ഈ ഗെയിം ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതോ സാമ്പത്തികമായി അപകടസാധ്യതയുള്ളതോ ആകാം. ഉത്തരവാദിത്തത്തോടെ കളിക്കുക. This game may be habit-forming or financially risky. Play responsibly. 2025 IPL 22-ാം തീയതി ശനിയാഴ്ച 7:30 ഈഡൻ ഗാർഡൻസിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ഗെയിം RCBയും KKRും തമ്മിലാണ്. ഇതുവരെ RCBയും KKRും 34 ഗെയിംസ് കളിച്ചിട്ടുണ്ട്. അതിൽ 20 KKRും 14 RCBയാണ് ജയിച്ചിരിക്കുന്നത്. ഒരു 6 കളിയുടെ അഡ്വാൻറ്റേജ് KKRനുണ്ട്. അപ്പോൾ ഏതായാലും ഈഡൻ ഗാർഡൻസിലെ വിക്കറ്റ് എന്ന് പറഞ്ഞത് ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റാണ്. അപ്പം ഇവരെ നമ്മളൊരു കമ്പാരിസൺ എടുക്കും. ഇപ്പോൾ ഹെഡ് ടു ഹെഡ് RCBയും കൊൽക്കത്തയിൽ തമ്മിൽ പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾ ഹെഡ് ടു ഹെഡിനും വലിയ പ്രാധാന്യമില്ല. നമുക്ക് ഗ്രൗണ്ട് സ്റ്റാറ്റസ് നോക്കാം. കൊൽക്കത്തയിലെ ഗ്രൗണ്ടിൽ കളിച്ച പ്ലേയേഴ്സിൻ്റെ സ്റ്റാറ്റസ് നമുക്കൊന്ന് പരിശോധിക്കാം. KKR ടീമിൽ പുതിയ ക്യാപ്റ്റനാണ് അജിങ്ക്യ രഹാനെ. 11 കളികൾ കളിച്ചിട്ടുണ്ട് IPLന് വേണ്ടി, KKRന് വേണ്ടി. അതിൽ 231 റൺസ് ടോട്ടൽ അടിച്ചിട്ടുണ്ട്. ഹയസ്റ്റ് 71 ആവറേജ് 23 റണ്ണ് ആവറേജ് ഉണ്ട്. രഹാന തേർഡ് 1 ഡൗൺ ആയിട്ടാണ് കയറുന്നത്. അത്യാവശ്യം കളിക്കും, പറയാൻ പറ്റില്ല. ചില കളികൾ കളിക്കുമ്പോൾ സ്ലോ ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ്. പക്ഷേ ചിലപ്പം ഈ ലാസ്റ്റ് IPL കണ്ടത് വന്നതൊരു 10-30 റൺ അടിച്ചിട്ട് പോവുകയാണ്, ഔട്ടായി പോകുന്ന രീതിയിലാണ്. നല്ല സ്ട്രൈക്ക് റേറ്റോടെ കളിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്ലെയർ ആൻഡ്രൂ റസൽ, കൊൽക്കത്തയുടെ സ്ഥിരം കളിക്കാരനാണ്. ടോട്ടൽ 43 മാച്ച് കളിച്ചിട്ടുണ്ട്. 956 റൺസ് ഉണ്ട്. ഹയസ്റ്റ് 80 ഒരു സെഞ്ചുറി അടിക്കാൻ പറ്റില്ല. ആവറേജ് 35, ഒരു 35 ആവറേജ് 39 വിക്കറ്റും ഇതുവരെ നേടിയിട്ടുണ്ട്. നല്ല ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ആക്കാൻ പറ്റുന്ന നല്ലൊരു റൗണ്ടറാണ് ആൻഡ്രൂ റസൽ. ഓഫ് കോഴ്സ് സുനിൽ നാരായൺ KKRൻ്റെ മെയിൻ പ്ലെയറാണ്, മെയിൻ ഓൾറൗണ്ടറാണ്. 35 മാച്ചത്തിൽ കളിച്ചിട്ടുണ്ട്. 558 റൺസ് ഉണ്ട്. ഒരു 100 സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. ആവറേജ് പക്ഷേ 16 ഉള്ളൂ. വിക്കറ്റ് 70 വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. കളിച്ച് ആ പവർ പ്ലേ വന്നിട്ട് കുറച്ച് റണ്ണ് അടിച്ചിട്ട് പോവുക. 10-30 റണ്ണ് ചിലപ്പോൾ അടിക്കാറുണ്ട്. നല്ല സ്ട്രൈക്ക് റേറ്റോടെ കളിക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ പോയിന്റ് സിസ്റ്റം അനുസരിച്ച് ബാറ്റ്സ്മാൻമാർക്ക് നല്ല അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് സുനിൽ നാരായൺ മസ്റ്റ് പിക്കാണ്. ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ആക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് സുനിൽ നാരായൺ. വെങ്കടേഷ് അയ്യർ ഒരു മിഡിലിൽ വന്ന് കളിക്കുന്ന പ്ലെയറാണ്, നല്ല പ്ലെയറാണ്. ഇപ്പം ബോളിങ്ങും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ വെങ്കടേഷ് അയ്യർ പ്രത്യേകത പറഞ്ഞാൽ കഴിഞ്ഞ IPL കണ്ടതെന്ന് പറഞ്ഞാൽ വെങ്കടേഷ് അയ്യർ കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന കളിയിലൊന്നും കളിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നല്ല കളി പെർഫോമൻസ് ചെയ്തിട്ടില്ല. പക്ഷെ പുറത്ത് വെളിയിൽ എവേ ഗെയിംസിൽ നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. ഹയസ്റ്റ് 56 ഉള്ളൂ. ആവറേജ് 27 എന്നാലും ഉണ്ട്. അടുത്ത കൊൽക്കത്തയുടെ പുതിയ പ്ലെയറായിട്ട് ഡീകോക്ക് വന്നിരുന്നു. ഡീകോക്ക് അവിടെ 6 കളിയേ കളിച്ചിട്ടുള്ളൂ. ഒബിയസ്ലി 6 കളി കളിച്ചത് കൊണ്ട് വലിയ ആവറേജ് ഒന്നുമില്ല, 10 ആവറേജ് ഉള്ളൂ. ഹയസ്റ്റ് 28 റിങ്കു സിംഗ് കൊൽക്കത്തയുടെ മെയിനായിട്ടുള്ളൊരു ഫിനിഷറാണ്. പല കളികളും ജയിപ്പിച്ചിട്ട് വരെയുണ്ട്. ഇമ്പോസിബിൾ ആണെന്ന് തോന്നിയിട്ടുള്ള കളികൾ ജയിപ്പിച്ചിട്ട് വരെയുണ്ട്. 22 മാച്ചസ് ഈഡൻ ഗാർഡൻ കളിച്ചിട്ടുണ്ട്. 64 ബെസ്റ്റ്, 35 ആവറേജ്. മസ്റ്റ് ടീമിലുണ്ടാകേണ്ട ഒരു പ്ലെയറാണ്. 35 എന്തായാലും KKR ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുവാണെങ്കിൽ എന്തായാലും റിങ്കു സിംഗ് ടീമിലുണ്ടായിരിക്കുന്ന ആവറേജ് 35 ചിറാണ. ഇപ്പം പുതിയ എല്ലാ ഫോർമാറ്റിലും ഡെബ്യൂവിൽ 3 വിക്കറ്റ് എടുത്ത പ്ലെയർ എന്ന റെക്കോർഡോടുകൂടിയാണ് ഹർഷിത് റാണ വരുന്നത്. കൊൽക്കത്തയിൽ 11 മാച്ചുകളായി 15 വിക്കറ്റുണ്ട്. മസ്റ്റ് പിക്കാണ്. വരുൺ ചക്രവർത്തി പറയേണ്ട ആവശ്യമില്ല. 24 വിക്കറ്റുണ്ട്. അവിടെ 16 മാച്ച് 24 വിക്കറ്റുണ്ട്. ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ആക്കാൻ പറ്റുന്ന പ്ലെയറാണ്. RCB പ്ലേയേഴ്സ് ഗ്രൗണ്ടിൽ ഈഡൻ ഗാർഡൻസിലെ ഗ്രൗണ്ടിൽ കളിച്ച കോഹ്ലി 17 കളി കളിച്ചിട്ടുണ്ട്. 510 റണ്ണുണ്ട്. 100 39 ആവറേജ് 40 ആവറേജ് ഉണ്ട്. കോഹ്ലി റണ്ണടിക്കാൻ ചാൻസ് ഉണ്ട്. ഫിലിപ്പ് സാൾട്ട് 8 കളിയുണ്ട്. 89 ഹൈ. ആവറേജ് 50 ഉണ്ട്. മസ്റ്റ് പിക്കാണ്. പവർ പ്ലേ വന്ന് അടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റ് ആയതുകൊണ്ട് മസ്റ്റ് പിക്കാണ്. ബാംഗ്ലൂരിൻ്റെ പുതിയ ക്യാപ്റ്റനാണ് R. ഇപ്പം നല്ല ഫോമിലാണ്. ഒരു 100 ഉണ്ട്. ഒരു 100 KKRനെതിരെ അല്ല, ലക്നൌവിനെതിരെയാണ് അവിടെ കളിച്ചിട്ടുള്ളത്. KKRന് പക്ഷേ ഒരു 50 ഉണ്ട്. 52 റണ്ണുണ്ട്. 2 മാച്ചുകളായി 164 റണ്ണ് ഉണ്ട്. ഇപ്പം റീസെൻ്റ്ലി നല്ല ഫോമിലുമാണ്.
ഇനി ബോളേഴ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹേസൽവുഡ് പരിക്ക് കഴിഞ്ഞിട്ട് വരുവാണ്. ഒരു മാച്ച് കളിച്ച് ഒരു മാച്ച് തന്നെ 3 വിക്കറ്റ് ഉണ്ട്. കുനാൽ പാണ്ഡ്യ ഓൾറൗണ്ടറാണ്. അവിടെ 6 മാച്ച് കളിച്ചിട്ടുണ്ട്. 24 ഹൈ, 8 വിക്കറ്റും ഉണ്ട്. കുഴപ്പമില്ലാത്ത പ്ലെയറാണ്. ഇനിയിപ്പോൾ നമ്മൾ റീസെൻറ്റ് ഫോം നോക്കാം. അപ്പോൾ ഇവരൊക്കെ പഴയ റെക്കോർഡ്സാണ്, പക്ഷേ റീസെൻ്റായിട്ട് കളിച്ചതിൽ അത്യാവശ്യം ഫോമായി നിൽക്കുന്ന ആൾക്കാരെ പറ്റി നമ്മൾ KKRൻ്റെ വെങ്കടേഷ് ഡൊമസ്റ്റിക് എല്ലാം കൂടി 242 റണ്ണ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലാസ്റ്റ് 7 ഗെയിംസാണ് നമ്മൾ നോക്കുന്നത്. ലാസ്റ്റ് കളിച്ച ഈ വർഷം തന്നെ ആയിരിക്കും ലാസ്റ്റ് 7 ഗെയിംസിൽ 242 ഉണ്ട്. സിസോഡിയ KKRൻ്റെ തന്നെ ഒരു ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്, ഒരു ഡിഫറൻഷ്യലായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു പ്ലെയറാണ് സിസോഡിയ. 218 റൺസ് കറൻ്റ്ലി ഫോമാണ്. ഓമൻ പവൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ആൾക്കാരാണ്. 116 റൺസ് ഉണ്ട് ലാസ്റ്റ് 7 കളിയിലായിട്ട്. മനീഷ് പാണ്ഡെ മിക്കവാറും ടീമിൽ കാണാൻ ചാൻസ് ഉണ്ട്. മിഡിലായിട്ട് കളിക്കുന്ന ഒരു നല്ലൊരു പ്ലെയറാണ്. 115 റണ്ണുണ്ട്. വരുൺ ചക്രവർത്തി പറയേണ്ട 16 വിക്കറ്റുണ്ട് ലാസ്റ്റ്. വരുൺ അറോറ 8 വിക്കറ്റുണ്ട്. സ്പിൻ ജോൺസൺ 13 വിക്കറ്റുണ്ട് ലാസ്റ്റ്. ഫോമിലാണ് ഇവരെല്ലാവരും ഫോമിലായിട്ടുള്ള കളിക്കാരാണ്. RCBക്ക് വേണ്ടി വിരാട് കോഹ്ലി ഫോമിലാണെന്നും പറയാനില്ല. ഫിലിപ്സ് ആർട്ട് ഫോമിലാണ്. ആർ പട്ടീദാർ പറഞ്ഞതുപോലെ 234 റൺസ് എടുത്തിട്ടുണ്ട്, നല്ല ഫോമിലാണ്. എസ് സിക്കാരിയ ഇപ്പം ഡൊമസ്റ്റിക്കിൽ ഇപ്പോൾ കളിക്കുന്ന പ്ലെയറാണ്, മിക്കവാറും ടീമിലുണ്ടാവും, നല്ല ഫോമിൽ തന്നെയാണ്. ദേവദത്ത് പടിക്കൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വളരെ ഫ്ലോപ്പായിരുന്നു, ഈ പ്രാവശ്യം കളിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. വലിയ കാര്യമായിട്ടൊരു ഫോം ഇല്ല, ഫോം ഔട്ടാണ്. ജയ് ബദൽ ഇംഗ്ലണ്ടിൻ്റെ കളിക്കാരന്, നല്ല കളിക്കാരന് ഫോമിലാണ്. ഹേസൽവുഡ് ഫോമിലാണ് 6 വിക്കറ്റ്. തുഷാരയുണ്ട് 7 വിക്കറ്റ് പോയിട്ട്. ആർ സലാം ഇത് ഡൊമസ്റ്റിക്കിൽ കളിക്കാരന്, നല്ല പ്ലെയറാണ്, നല്ല ബോളറാണ്. ടീമിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഒരു ഡിഫറൻഷ്യലായിട്ട് വരാൻ നല്ല ഫോമിലായിട്ടുള്ള നല്ലൊരു ബോളറാണ്. മസ്റ്റ് ട്രൈ. നമുക്കൊരു പോസിബിൾ പ്ലെയിൻ 11 ഏതൊക്കെയാണെന്ന് നോക്കാം. KKRൻ്റെ പറഞ്ഞാൽ ഡി കോക്ക് ആയിരിക്കും. ഡി കോക്ക് മിക്കവാറും ഡി കോക്ക് അല്ലെങ്കിൽ ഗുർബാസ് ഉണ്ട്. മിക്കവാറും ഗുർബാസ് ഔട്ട് ഓഫ് ഫോം ആയതുകൊണ്ട് ഡി കോക്ക് ചെയ്യാൻ ഫസ്റ്റ് കളി ഡി കോക്ക് ഓപ്പൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡി കോക്കും നാരായണൻ തന്നെ ആയിരിക്കും. 1 ഡൗൺ ആയിട്ട് രഹാനെ, വെങ്കടേഷ് അയ്യർ, രഘുവംശി ഉണ്ടാവും. രഘുവംശി നല്ല പ്ലെയറാണ്, നോക്കണം. റിങ്കു സിംഗ് ആൻഡ്രൂ റസൽ ഫിനിഷറായിട്ടുണ്ടാകും. റഹ്മാൻ സിംഗ് ആയിരിക്കും. റമൻദീപ് സിംഗ് ഉണ്ടാവും. റമൻദീപ് സിംഗ് ഡൊമസ്റ്റിക്കിൽ കളിക്കാരൻ്റെ ഓൾറൗണ്ടറാണ്. ഹരീഷ് റാണ, ആൻഡ്രിയ നോക്ചെ, വരുൺ ചക്രവർത്തി ഇതായിരിക്കും ഇപ്പോൾ ഒരു പോസിബിൾ ആയിട്ടുള്ള KKRൻ്റെ 11. RCBയെ സംബന്ധിച്ചിട്ടുണ്ടോ ഫിലിപ്സ് സാൾട്ട്, വിരാട് കോഹ്ലി, ആർ പട്ടീദാർ ക്യാപ്റ്റനാണ്, ഫോമിലാണ്. ജിതേഷ് ശർമ്മ വിക്കറ്റ് കീപ്പറാണ്, നല്ല ബാറ്റ്സ്മാനാണ്. ടിം ഡേവിഡ് പുതിയൊരു ഓപ്ഷൻ. ടിം ഡേവിഡ് നല്ല ഫിനിഷർ ആയിരിക്കും. ലിയാം ലിവിങ്സ്റ്റൺ ബോളും ചെയ്യും, ബാറ്റിംഗ് എപ്പോൾ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, ചെയ്തായിരിക്കും. പക്ഷേ ലിവിങ്സ്റ്റോണെ ഔട്ടാക്കാൻ ചക്രവർത്തി മിക്കവാറും ഔട്ടാക്കാൻ ചാൻസ് ഉണ്ട്. ടിം ഡേവിഡിനും ചക്രവർത്തി ഔട്ടാക്കാൻ ചാൻസ് ഉണ്ട്. കുനാൽ പാണ്ഡ്യ ബോളിങ്ങും ബാറ്റിങ്ങും ഉണ്ടാവും. ഭുവനേഷ് കുമാർ നല്ല സ്വിംഗ് ബോളറാണ്. ഇപ്പം സ്വിംഗ് ഉണ്ടോ എന്നറിയില്ല. യാഷ് ദയാലും റിങ്കു സിംഗിനെ മറക്കത്തില്ല. രണ്ടുപേരും ഒരു കളി വരുന്നുണ്ട്. ഹേസൽവുഡ് ഫോമിലാണ്. ആർ സലാം നല്ല ഫോമിലാണ്, കളിച്ചിട്ടുണ്ടെങ്കിൽ 2 വിക്കറ്റിലും മിനിമം എടുക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു കീ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സുനിൽ നാരായൺ ഭുവനേഷ് കുമാറിനെ 2 തവണ ഔട്ടാക്കിയിട്ടുണ്ട്. ഹേസൽവുഡും 2 തവണ. വലിയ റൺസ് ഒന്നും കൊടുക്കാതെ തന്നെ ഭുവനേഷ് കുമാർ സുനിൽ നാരായണെ ഫസ്റ്റ് ഓവറിൽ തന്നെ സെക്കൻഡ് ഓവറിൽ വീഴ്ത്തിയിട്ടുണ്ട്. ജെയ്സൺ ഹേസൽവുഡും സുനിൽ തന്നെ ഔട്ടാക്കിയിട്ടുണ്ട്. ടീകോക്കിന് അതുപോലെ തന്നെ ഹേസൽവുഡ് 11 തവണ, നോട്ട് ചെയ്യണം, 11 തവണ ആദ്യത്തെ ഒരു 2-3 ഓവറിനുള്ളിൽ ഔട്ടാക്കിയിട്ടുണ്ട്. വിനേഷ് കുമാറിനെ ഹേസൽവുഡ് ഈ ഓപ്പണറാക്കി, അതായത് നമ്മുടെ KKRൻ്റെ ഓപ്പണർമാരെ 2 പേരെ ഔട്ടാക്കിയിട്ടുണ്ട്. മേ ബി 2 ഓപ്പണർമാരും ഫ്ലോപ്പ് അല്ലെങ്കിൽ മെയിൻലി ഒരാളെങ്കിലും ഫ്ലോപ്പ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സുനിലിൻ്റെ റീസെൻറ്റ് ഫോം 22, ഒരു വിക്കറ്റ്, 12 0 വിക്കറ്റ്, 2 റണ്ണ്, 2 വിക്കറ്റാണ്. വലിയ റൺസ്. ബോളിംഗ് ഒക്കെയാണ്, പക്ഷേ ബാറ്റിംഗ് കൊണ്ട് വലിയ ഇതില്ല. ആർ പതിരാനെ ആൻഡ്രൂ റസൂൽ 2 പ്രാവശ്യം ഔട്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നല്ല ഫോമിലാണ്. ആൻഡ്രൂ റസൂലിൻ്റെ ബോളിംഗ് എത്ര മെച്ചാലും ഇപ്പം ഔട്ടാക്കിയിട്ടുണ്ട്. ലിവിങ്സ്റ്റോണെ ചക്രവർത്തി 3 പ്രാവശ്യം ഔട്ടാക്കിയിട്ടുണ്ട്. അതാ പറഞ്ഞ ചക്രവർത്തി ലിവിങ്സ്റ്റോണെ ഔട്ടാക്കാൻ ഹർദിഷ് റാണ 2 തവണയും. ലിവിങ്സ്റ്റൺ മിക്കവാറും ഒരു ഫിനിഷർ റോളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ ഉറപ്പായിട്ടും ഔട്ടാക്കും. അതിനൊരു ചാൻസ് വളരെ കൂടുതലാണ്. ചാൻസ് വളരെ കൂടുതലാണ്.
അതുപോലെ ഇഡൻ ഗാർഡൻസിൻ്റെ നമുക്ക് ടീം സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ ഒരു പിച്ചിൻ്റെ കണ്ടീഷൻ ബാറ്റിംഗ് സർഫസ് തന്നെയാണ്, ഗുഡ് ഫോർ ചേസിങ് ആണ്. സെക്കൻഡ് ബാറ്റിംഗ് കിട്ടിയ നമുക്ക് ലാസ്റ്റ് 2024 IPL 7 മാച്ച് കളിച്ചു. ബാറ്റിംഗ് ഫസ്റ്റ് 3 കളിയാണ് ജയിച്ചത്, ബാറ്റിംഗ് സെക്കൻഡ് 4 കളി ജയിച്ചു. അപ്പോൾ ഗുഡ് ഫോർ ചേസിങ് ആണ്. ഡ്യൂ ഇൻ സെക്കൻഡ് ഇന്നിങ്സ് ഡ്യൂ ഉള്ളതുകൊണ്ട് സ്പിന്നിങ് വളരെ പാടായിരിക്കും, നല്ല ബാറ്റിംഗ് ഫ്രണ്ട്ലി ആവാൻ ചാൻസ്. ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് വരുന്നൊരു 190+ ആണ്, 200+ പോകാനുള്ള വളരെ ചാൻസ് ഉണ്ട്. ഈവൻ KKR ആണ് ഫസ്റ്റ് ബാറ്റിംഗ് എങ്കിൽ 200 അടുത്ത് പോകാനുണ്ട്. പക്ഷേ RCBയുടെ കാര്യത്തിൽ അത്ര ഒരു ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം 70% റൺസും ബൗണ്ടറി വെച്ചിട്ടാണ്, ബൗണ്ടറിയിലൂടെയാണ്. അപ്പം പുതിയ സിസ്റ്റം അനുസരിച്ച് ബാറ്റ്സ്മാർക്ക് നല്ല അഡ്വാൻറ്റേജ്. ഒരു ഓവറിൽ 9+ ആവറേജ് റൺസ് പോകുന്നുണ്ട് ഈ ഗ്രൗണ്ടിൽ. അതിപ്പോൾ പ്രത്യേകം നിൽക്കണം, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ടീം ഇടാൻ. ബാറ്റ്സ്മാർക്കായിരിക്കും മെയിൻലി KKR ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ നല്ലൊരു 200+ റൺ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് 200+ റൺ KKRനെ പറ്റി ഇന്നുണ്ട്. KKRൻ്റെ ഡികോക്ക്, രയൻ രഹാനെ, വെങ്കടേഷ് അയ്യർ, റിങ്കു സിംഗ്, റസൂലും കൊണ്ട് അവസാനം വരെ അടിച്ചാൽ നല്ല റൺസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം അത്ര വലിയ ബോളേഴ്സ് നമ്മുടെ ഇപ്പോഴത്തെ RCBയിൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ശിവകുമാറിന് അത്ര വലിയ ഫോമിലായിട്ടുള്ളൊരു ഒരു ചക്രവർത്തിയെ പോലെ, ഷാനയെ പോലെ, നോക്കിയെ പോലെ നല്ലൊരു ബോളർ RCBയിൽ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇവരൊക്കെ ഫോമിലായാലേ ഉള്ളൂ. ഇല്ലെങ്കിൽ KKR 200+ റണ്ണ്, ഒരു 200+ റണ്ണ് KKR ഉറപ്പായിട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. RCB അത്രയും വന്നില്ലെങ്കിലും ഒരു 170 റണ്ണ് വരെ ഫസ്റ്റ് ബാറ്റിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അതിൽ കോഹ്ലിയും ഫിലിപ്പ് സാൾട്ടും ഓപ്പണേഴ്സ് കളിച്ചാൽ മാത്രമേ ഉള്ളൂ. അവർ കളിച്ചില്ലെങ്കിൽ ഒരു 150 റണ്ണിൽ ഒതുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വേണം. KKRന് തന്നെയാണ് ഇപ്പോഴത്തെ ടീം വെച്ചിട്ട് ഫോം ഉള്ള പ്ലേയേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല പ്ലേയേഴ്സ് നോക്കണം. KKRനാണ് കൂടുതൽ ചാൻസ് വിൻ ചെയ്യാൻ. നമുക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ടീംസ് ഇടാം. ഇതുവരെയുള്ള ഡ്രീം 11 വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്തിട്ടുള്ള ടീമാണിത്. ഫിലിപ്പ് സാൾട്ട്, ഡികോക്ക്, വിരാട് കോഹ്ലി, പടിദാർ, വെങ്കടേഷ് അയ്യർ, സുനിൽ നാരായൺ, ആൻഡ്രൂ റസൽ, ലിവിങ്സ്റ്റൺ, ചക്രവർത്തി, ഹെസൽവുഡ്, വിനേഷ് കുമാർ. ക്യാപ്റ്റനായിട്ട് സുനിൽ നാരായണനെയും വിരാട് കോഹ്ലിനെ വൈസ് ക്യാപ്റ്റനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് നോർമൽ ടീമാണ്, ഒരുപാട് പേരെടുത്തിട്ടുള്ള ഒരു നോർമൽ ടീമാണ്. നമുക്ക് 26% പേര് സുനിൽ നാരായണനെയും വിരാട് കോഹ്ലിനെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ടീമിട്ടിട്ട് ഇപ്പം പുതിയ കോൺടെസ്റ്റിലെ 100% വിന്നിങ് ആയതുകൊണ്ട് ഈ ടീമിട്ടിട്ട് വലിയ പ്രയോജനമാണെന്ന് തോന്നുന്നില്ല. നമ്മൾ റിസ്ക് എടുത്ത് ടീം ഇടുന്നതായിരിക്കും നല്ലത്. ഈ ടീമിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രയോജനം ഉണ്ടാവില്ല. അടുത്തൊരു ടീമെന്ന് പറഞ്ഞാൽ കുറച്ച് മിക്സഡ് ആയിട്ടുള്ള ടീമാണ്. ഇതിൽ നമ്മൾ ഓൾറൗണ്ടേഴ്സ് ആയിട്ട് സുനിൽ നാരായണനെയും ആൻഡ്രൂ റസലിനെയും വൈസ് ക്യാപ്റ്റൻ അയച്ചിരിക്കുന്നു. ഡിഫറൻഷ്യലായിട്ട് വെങ്കടേഷ് അയ്യർ, റിങ്കു സിംഗിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റാണേനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല ടീമാണ്. ഓപ്പണറായിട്ട് സുനിൽ നാരായണൻ ഒരു 30 റണ്ണോ 2 വിക്കറ്റും എടുത്താൽ തന്നെ നല്ലൊരു പോയിൻറ്റും. ആൻഡ്രൂ റസലും അതുപോലെ ഒരു 30+ ഉണ്ട്. അടുത്തൊരു ടീമെന്ന് പറഞ്ഞാൽ RCB സെക്കൻഡ് ബാറ്റിംഗ് ഈസി ആയിട്ട് ചേസ് ചെയ്യുക. കോഹ്ലിയുടെ ഒരു 100 ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കൊൽക്കത്ത ഫസ്റ്റിലെ ബാറ്റ് ചെയ്യുന്നു. ഓപ്പണേഴ്സായ ഡികോക്കിനെ ഹേസൽവുഡ് ഔട്ടാക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ബോളേഴ്സ് എല്ലാം വിക്കറ്റ് എടുക്കുന്നു. വിരാട് കോഹ്ലി ഒരു 100, ഫിലിപ്പ് സാൾട്ട് ഒരു 50+ അടിച്ച് പടിദാരും കൂടെ എടുത്ത് ഫിനിഷ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ടീം ഇട്ടിരിക്കുന്നത്. ട്രൈ ചെയ്യാം. കൂടുതൽ ഗ്രാൻഡ് ലീഗ് ടീമുകൾ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഡേറ്റകൾ വെച്ചിട്ട് നമ്മൾ നോക്കി കറക്റ്റായിട്ടൊരു ടീം ഇടുക. എല്ലാവരും കോമൺ ആയിട്ടിരുന്ന ടീം ഇപ്രാവശ്യം ഇടേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും 100% വിന്നിങ് ഉണ്ട്. അതുകൊണ്ട് ട്രൈ ആൻഡ് ദ ടീം ഓൾ ദ ബെസ്റ്റ്.